സഹിക്കാൻ പറ്റാത്ത ചൂട് കാരണം ഞങ്ങൾ ഇന്ന് ഓപ്പൺ ടെറസിലാണ് കിടക്കാൻ പോണത്. ഇപ്രാവശ്യത്തെ വേനലവധി നമ്മൾ ഒട്ടനവധി പേർക്ക് ഒരുപാട് ദുരനുഭവങ്ങളാണ് തന്നിട്ടുള്ളത്. ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യര് കുഴഞ്ഞു വീണ് മരണത്തിൽ വരെ കീഴ്പ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് ഞങ്ങളുടെ നാടിന്റെ തൊട്ട നാട്ടില് ഒരു 6 വയസ്സുകാരി ചൂട് സഹിക്കാനാവാതെ കുഴഞ്ഞു വീണ് മരണത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും അത് എന്താ പറയുക, അത് കേട്ടപ്പോൾ തന്നെ ഒരു ഷോക്കായി പോവുകയാണ് ചെയ്തത്. ഞാനൊക്കെ ആ വാർത്ത കണ്ട ഉടനെ വീട്ടിലേക്ക് വിളിച്ച് ഉണ്ണിയോളെ വെള്ളം കുടിക്കുക, പുറത്തിറങ്ങല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര പേടി കൂടും നമ്മളെ അമ്മമാർക്ക് അല്ലേ. നമ്മൾ വലിയവരെ പോലെ അല്ലല്ലോ, കുഞ്ഞു മക്കൾക്ക് ഈ ചൂടിനെ എങ്ങനെയാണ് താങ്ങാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയവും ഇല്ല. അതുപോലെ തന്നെ ആൾക്കാർ വെയിലും കൊണ്ട് പണിയെടുക്കണു, അവരുടെ കാര്യമൊന്നും പിന്നെ പറയുകയും വേണ്ട. ഈ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നല്ല തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, ഭഗവാനോട് ഈ ഒരു കാലാവസ്ഥ മാറാൻ വേണ്ടി മുട്ടിപ്പോ പ്രാർത്ഥിക്കുക. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ണിയെ പേടിപ്പിക്കണേന് എന്നെ എനിക്ക് ഇത്രയും ചീത്ത കേട്ടു കേട്ടോ. എന്നാലും ഞാൻ അടങ്ങിയില്ല, ഞാനൊന്നെ പേടിപ്പിച്ചോണ്ടേയിരുന്നു. അപ്പൊ ആ പേടിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ചൂട്ടൻ ഗായത്രി മന്ത്രം ചെല്ലിയാണ് കേട്ടോ. അത് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ വെറുതെ പറഞ്ഞല്ലേ, ഇങ്ങനെ പേടിച്ചാലോ, അമ്മ എടുത്തിട്ടുണ്ടല്ലോ ഒക്കെ പറഞ്ഞ് അവന്റെ ഗായത്രി മന്ത്രമൊക്കെ കേട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കിടന്നുറങ്ങി. ആദ്യം പിന്നെ അച്ചടുത്താണല്ലോ കിടക്കണത്, ആ ധൈര്യത്തിൽ സുഖമായി കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 5:45 ആയപ്പോഴത്തേക്കും എണീറ്റു. എന്താ വെച്ചാൽ എനിക്ക് കുറേശ്ശെ പെറുക്ക കടിക്കുന്ന പോലെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അച്ഛനും മക്കളും ഇതൊന്നും അറിയുന്നില്ല, സുഖമായി കുംഭകർണന്മാരായി ഉറങ്ങുകയാണ് കേട്ടോ. പക്ഷേ ചൂടിന് നല്ല ആക്കുണ്ട്, അകത്ത് കിടക്കണേക്കാളും നല്ല സുഖം ഉണ്ടായിരുന്നു. എന്താ പറയുക, അകത്തൊരു പുഴുക്കാണല്ലോ ചൂടിൻ്റെ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇടയിൽ കറണ്ട് പോയതൊന്നും അറിയേ ചെയ്തില്ല. രാവിലെ എഴുത്തിയമ്മ പറഞ്ഞ 1-2 പ്രാവശ്യം കറണ്ട് പോയിരുന്നു, അതൊന്നും ഞങ്ങൾ അറിയുകയും ചെയ്തിട്ടില്ല കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ബെഞ്ചൊക്കെ ഇട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓർത്തിരുന്നു, ഇങ്ങനെ കിടന്ന ഉറക്കം വരും, ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? അപ്പോൾ പറ്റും, അങ്ങനെ കിടക്കുമ്പോൾ നല്ല സുഖമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഈ പരിപാടി ഞാൻ എന്തായാലും തുടരാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. സംഭവം വേറൊന്നുമല്ല, കിടക്കാനൊക്കെ നല്ല സുഖമാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചുമരുകൾ ചുട്ടുപഴുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫാനൊന്നും ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു ചൂടും പുഴുക്കവും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ തുറസ്സായ സ്ഥലമല്ലേ, കാറ്റൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തരല്ലാത്ത ചൂടില്ല കേട്ടോ. പക്ഷേ പിറുക്ക കടിക്കുന്നുണ്ട്. മാത്രമല്ല 4 പുറത്ത് നായ്ക്കൾ കുരയ്ക്കുന്ന ശബ്ദം കൊണ്ട് എനിക്ക് മനസ്സ് വിട്ട് ഉറങ്ങാനുള്ളൊരു ധൈര്യം കിട്ടിയില്ല. അപ്പോൾ നാളെ തൊട്ട് ഞാൻ എൻ്റെ ചുട്ടനും അകത്ത് തന്നെ കിടക്കുക എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് നിലന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. ഞാനും ഏട്ടനുമാണ് ആദ്യം എണീറ്റ് പോകുന്നത്. വേഗം ഭൂരിയായിരുന്നു, അപ്പോൾ രമേശേട്ടൻ എനിക്ക് ഭൂരി കുറച്ച് പറത്തി തന്നു. അതുകൊണ്ട് ടിഫൻ പണി എളുപ്പമായി. ഞാൻ ചുട്ടെടുത്ത് പിന്നെ കിഴങ്ങ് മസാല കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാ. അതുപോലെ രാത്രി മാത്രമാണ് മേലെ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. സാധാരണ വീടിൻ്റെ ഉള്ളിൽ മക്കൾ കിടക്കുമ്പോൾ സ്കൂളില്ലാത്തല്ലേ, ഒരു 8:30-9 മണി വരെയൊക്കെ കിടന്നുറങ്ങും രണ്ടും കൂടെ. പക്ഷെ അത് പറ്റില്ല, മേലെ കിടക്കുമ്പോൾ രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് തന്നെ നല്ല വെയിൽ വരാൻ തുടങ്ങി. ഞാൻ വിളിക്കാൻ മറന്നിരുന്നു. ഒരു 8 മണിയായപ്പോൾ എൻ്റെ അച്ചൂട്ടൻ ഓടി വന്നിട്ട് പറയുക, അമ്മ എന്താ ഉണത്താഞ്ഞ്, എൻ്റെ മുതു പൊള്ളിയ പോലെയായിന്ന്. എന്താ വെച്ചാൽ അവൻ്റെ മേൽ പുതപ്പുണ്ടായിരുന്നില്ല. രാവിലെ 8 മണിക്ക് പോലും ചൂടാണ് മേലേക്ക് തട്ടണത് എന്നുള്ളതാണ് സാരം. അപ്പൊ എത്രയുണ്ട് ചൂട് അനുഭവിക്കുന്നുണ്ട് നമ്മള് അല്ലെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല, ബുധനാഴ്ച മുതൽ എന്ന് വെച്ചാൽ മെയ് 1-ാം തീയതി മുതൽ ഞാൻ വീണ്ടും ജോലിക്കൊക്കെ പോകാൻ തുടങ്ങുകയാണ്. 1 മാസത്തെ ലീവിന് ശേഷം ജോലിക്ക് പോവാണ് കേട്ടോ. അപ്പൊ അതിപ്പോ സന്തോഷമെന്നും പറയാൻ പറ്റില്ല, സങ്കടമെന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണമല്ലോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ നടത്തു കേട്ടോ. അപ്പോൾ എൻ്റെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടോപ്പുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് അയൺ ചെയ്യേണ്ടതൊക്കെ ഒന്ന് അയൺ ചെയ്യുകയും അല്ലാത്തതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി മടക്കി വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ തുണിയാകുമ്പോഴത്തേക്കും അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നല്ല മെനക്ക് മടക്കി എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാവും. ഇപ്പോൾ ഇത് ചൂടാണ്, മഴക്കാലത്ത് ആണെങ്കിൽ ഇതുപോലെയുള്ളത് നല്ലതാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം ഞാൻ വരുന്ന ബുധനാഴ്ച എന്നൊന്നും പറയേണ്ട, നമ്മുടെ തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് മെയ് 1-ാം തീയതി മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പം ഇനി ഫുൾ ബിസി ആയിരിക്കും, ഒട്ടും സമയം ഉണ്ടാവില്ല. എന്നാലും ഉള്ള സമയം കൊണ്ട് നമ്മൾ കുഞ്ഞി വീഡിയോ ആയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ എൻ്റെ ഫാമിലീനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ നമ്മളുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും
1000 താങ്ക്സ് പറയുകയാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെയും എത്താൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തവരോട് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓഫീസ് തുറക്കുമ്പോഴത്തേക്കും മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കുറച്ച് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ സാധാ ടോപ്പുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു തവണ ഞാൻ ഓർഡർ ആക്കിയ സമയത്ത് അത് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പം പിന്നെ എനിക്കത് അങ്ങോട്ട് മേടിക്കാൻ പറ്റിയില്ല. അത് വന്ന പാടെ തിരിച്ചു പോയിട്ടോ. അപ്പം അത് തിരിച്ചു പോയ സങ്കടത്തിൽ ഞാൻ വീണ്ടും ഓർഡർ ആക്കിയിട്ടോ. പക്ഷെ കറക്റ്റായിട്ട് ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നോ അല്ലെങ്കിൽ ഇന്നലെ കിട്ടണമായിരുന്നു. എന്നാലല്ലേ അത് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ഒരു 10-ാം തീയതി എങ്ങാണ്ടോ ആകുമ്പോഴാണ് എനിക്ക് കിട്ടുള്ളൂ. സാരല്ല, അതുവരെ നമുക്കുള്ളതൊക്കെ വെച്ച് ഓടിക്കുക എന്ന് കരുതി. എന്നാലും ഞാൻ അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, എനിക്ക് ഓഫീസ് തുറന്നിട്ട് പോകുമ്പോഴാൻ പുതിയ ഡ്രസ്സൊന്നുമില്ല. ഈ മാസം ഞാൻ ഡ്രസ്സൊക്കെ എടുത്തുന്നുണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വെറുതെ അവരടുത്ത് പറഞ്ഞു എനിക്ക് പുതിയ ഡ്രസ്സൊന്നുമില്ല, എനിക്ക് സങ്കടമായിട്ട് വയ്യ എന്നൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് അഭിനയിച്ചപ്പോൾ ഒന്ന് പറ്റുമെങ്കിൽ ഒരു ടോപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ നമ്മൾ കിട്ടുന്നത് വെറുതെ കളയണ്ടല്ലേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെക്കേഷൻ ടൈമിലാകുമ്പോഴത്തേക്കും എന്താണെന്നറിയോ, സാരിയൊക്കെ എടുക്കാം. ചൂടാണെങ്കിലും എനിക്ക് സാരി എടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ തുറന്നു കഴിഞ്ഞാൽ സാരി എടുക്കാനൊന്നും നേരം കിട്ടൂല. രാവിലെ നേരത്തെ ക്ലാസ് തുടങ്ങുമല്ലോ, മോർണിംഗ് ക്ലാസ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ടോപ്പുകൾ ഒക്കെ തന്നെ പറ്റുള്ളൂ, സിമ്പിളായിട്ടുള്ളത്. പെട്ടെന്ന് അണിഞ്ഞൊരുങ്ങി പോകാനൊക്കെ അതാ നല്ലത്. പക്ഷേ ഈ വെക്കേഷൻ ടൈമിൽ മാത്രം, ഈ ഫുൾ ഡേ ഡ്യൂട്ടി ഉള്ള സമയത്ത് മാത്രമാണ് എനിക്ക് സാരി ഉപയോഗിക്കാൻ പറ്റും. രാവിലെ കുറച്ച് ലൈറ്റായിട്ട് പോയാൽ മതി, അപ്പോൾ കുറച്ച് സമയം കിട്ടും. ഇപ്പോൾ സാരി ബ്ലൗസും ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. ഞാൻ ഓർത്തയാണ് ഈ കരിമ്പുഴയൊക്കെ പോയി കഴിഞ്ഞാൽ കോട്ടൻ്റെ നല്ല ബിറ്റുകൾ കിട്ടും, ചുരിദാർ ബിറ്റുകൾ. അപ്പം അങ്ങനത്തെ കുറച്ച് ചുരിദാർ ബിറ്റൊക്കെ എടുത്ത് അത് അടുപ്പിക്കണം എന്നൊക്കെ ഓർത്തയാണ്. പക്ഷെ ഒന്നും പോവാനും പറ്റിയില്ല, വാങ്ങിക്കാനും പറ്റിയില്ല. ഈ ചൂട് സമയത്തേ കോട്ടൻ്റെ ചുരിദാർ ബിറ്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നല്ല ബിറ്റുകളാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. തീരെ മോശം തുണികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പിന്നെ നല്ലോണം നരയ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. നമ്മളന്ന് പഴനിയിലോട്ട് പോകുമ്പോൾ വാങ്ങിച്ചതാണ്. ഇതിനൊരു പാൻറ്റും ഷാളും ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് നല്ല ചൂടായിരിക്കും ഇടുമ്പോൾ, പക്ഷെ അത്ര ചൂടൊന്നുമില്ല, കുഴപ്പമില്ല. പെട്ടെന്ന് അങ്ങനെ നരയ്ക്കൊന്നുമില്ല. ഇതിൻ്റെ കളറേ ഇങ്ങനെയാണ്. ഇതുപോലെ കുറച്ച് ടോപ്പുകളൊക്കെ എടുത്തു. ഒരു മാസം ലീവ് എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് മടിയുണ്ട് കേട്ടോ പോവാൻ വേണ്ടിയിട്ട്. പോയി തുടങ്ങിക്കഴിഞ്ഞാൽ സെറ്റാകും, ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അത് സെറ്റായിക്കോളും. ഇനി ഷൂസും സോക്സും ചപ്പലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഇടയിൽ ഞാൻ അയൺ ചെയ്യാനുള്ള തുണികളൊക്കെ അയൺ ചെയ്ത് അലമാറയിൽ മടക്കി വെച്ചു കേട്ടോ. ആ സമയത്ത് ഉണ്ണിയോൾ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോടെ കളിക്കാനും വർത്തമാനം പറയാനൊക്കെ നിന്നു. സാധാരണ ചപ്പൽ കഴുകുമ്പോൾ എല്ലാവരുടെയും കൂടി ഇട്ടിട്ടൊക്കെ കഴുകുക കേട്ടോ. ചൂട് കാരണമെങ്കിൽ പുറത്ത് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മാത്രമേ എടുത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലേ, നാളെ തൊട്ടിക്ക് ഓഫീസിൽ പോണ്ടേ. സന്തോഷമായില്ലേ? നമുക്ക് ഫുൾ ടൈം ഫോൺ എടുത്ത് ഇങ്ങനെ കളിക്കാലോ, തല്ലൂടാ. രണ്ട് കൂട്ടുകാരൊക്കെ. ഇനി മഴ പെയ്യുമ്പോഴേക്ക് നല്ല ചെരുപ്പ് പിടിക്കണം. ഷൂസ് അല്ലാണ്ട് സാധാ ഇടുന്നൊരു കൂട്ടി ചപ്പലുണ്ടായിരുന്നേ. ഇപ്പം എൻ്റെ കാല് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയാ വെച്ചാൽ വൈകിട്ട് ചപ്പലൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും ഉയരത്ത് കയറ്റി വെച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒന്നെങ്കിൽ ഒരു കൂട്ടി ചപ്പൽ അല്ലെങ്കിൽ ചപ്പൽ മുഴുവൻ കടിച്ച് പറിച്ചിട്ടുണ്ടാവും നായക്കൾ കേട്ടോ. എൻ്റെ ചപ്പൽ എന്തായാലും മൊത്തത്തിൽ കേടുവരുത്തിയില്ല, അവിടെ കടിച്ച് പറിച്ച് ഇങ്ങനെ ഒരു നല്ല ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് മുന്തിരി ജ്യൂസാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഒരു പിടി മുന്തിരിങ്ങ എടുത്തിട്ട് അച്ചൂട്ടിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു, എനിക്ക് വെറുതെ തിന്നാനായിട്ട്. അപ്പം എന്നാൽ അതെടുത്ത് കഴിക്കാമെന്ന് ഓർത്ത് എടുത്ത് നോക്കുമ്പോൾ ചെക്കനത് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് വല്ല ഐസ് കട്ട പോലെ ആയിരുന്നു മുന്തിരി കേട്ടോ. അതിങ്ങനെ കടിക്കുമ്പോൾ ചെറിയൊക്കെ ഉണ്ടാവില്ലേ, അത് കടിക്കുമ്പോൾ കോട്ടി കളിക്കുക, അങ്ങനെ ഒരു പരിവായിരുന്നു മുന്തിരിങ്ങ. അപ്പോൾ വെറുതെ ഒന്നെണ്ണം കഴിച്ച് അതങ്ങനെ പുറത്ത് വെച്ചു ഒന്നുകൂടെ തണുക്കാനായിട്ട്. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഉണക്കൽ വറുത്തതും പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി ഉച്ച അങ്ങോട്ട് കഴിച്ചു. ഇന്നലെ ഏട്ടൻ പണി മാറ്റി വരുമ്പോൾ കൊടുന്ന സിപ്പപ്പാണ് കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെത് ഉണ്ണികൾക്ക് തന്നെ അങ്ങോട്ട് കൊടുത്തു.
അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ലോഗ് ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലെ വിശേഷങ്ങളും നമ്മുടെ ഫാമിലിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തന്നേക്കണം കേട്ടോ. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ്.